ഹലോ, ഞാൻ ഇന്ന് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഗോതമ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്: ഒരു കട്ടോരി ഗോതമ്പ് പൊടി, അര കട്ടോരി പൗഡർഡ് ഷുഗർ, കാ കട്ടോരി കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/4 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ, അര ഗ്ലാസ് തൈര്, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഞാൻ കേക്കിലെ മിക്സിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 1 ടീസ്പൂൺ കോഫി പൗഡറിൽ അര ഗ്ലാസ് പാലിൽ മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അര ഗ്ലാസ് തൈരിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇളക്കിയിട്ട് 2-3 മിനിറ്റ് വെക്കാം. കേക്ക് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പൗഡേർഡ് ഷുഗർ നമുക്ക് വെജിറ്റബിൾ ഓയിലുമായിട്ട് മിക്സ് ആക്കി വെക്കാം. ഇത് നോക്കി തൈരും സോഡയും മിക്സ് ആകുമ്പോൾ എന്തൊക്കെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തൈര് പഞ്ചസാര ഓയിൽ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കോഫിയും ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കാം. ഗോതമ്പ് പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് ഇവയെല്ലാം കൂടി ഒരു 2-3 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കാം. ഇനി കുറേശ്ശെയായി നമുക്ക് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ടിട്ട് കൊണ്ടിരിക്കാം. കേക്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കേക്കിന്റെ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. അതിൽ എയർ ഉള്ളിലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബദാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇവിടെ മോള് പറയുന്നുണ്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇടാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇതിലിടാനും. ഓവൻ നമുക്ക് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൺവെക്ഷനിലേക്ക് ആക്കിയിട്ട് 180 ഡിഗ്രിയാണ് ഞാൻ സെറ്റ് ചെയ്തത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിന്റെ മിക്സ് വെക്കാം. എന്നിട്ട് 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം. 26 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അന്ന് വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഏതെങ്കിലും അറ്റം ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആ കേക്കിൽ ഒന്ന് കുത്തി നോക്കുക. വേവായിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കില്ല, വേവായില്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതായത് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വീണ്ടും ഓണാക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യാം. വെന്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.